പാലക്കാട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയാണ് റിപ്പോർട്ടറിനൊപ്പം ചേരുന്നത്. മാം, ഇപ്പോൾ മുതലമടയിലാണ്, അവിടെ ഒരു വെള്ളാരംകടവ് മേഖലയിലാണ് ഈ പാറമേക്കാവിന് വേണ്ടിയുള്ള വെടിക്കെട്ട് നിർമ്മാണം നടന്നിരുന്നത്. ഇപ്പോൾ അവിടെ സ്റ്റോപ്പ് മെമ്മോ നൽകിയെന്ന് മനസ്സിലാക്കുന്നു. ഇനി അവിടെ എന്തൊക്കെ രീതിയിലുള്ള പരിശോധനകൾ നടക്കും? നിലവിൽ ഈ സ്റ്റോപ്പ് മെമ്മോ എത്ര കാലത്തേക്കാണെന്നുള്ള എന്തെങ്കിലും തീരുമാനമുണ്ടായിട്ടുണ്ടോ? ഇനി അവിടെ പൊട്ടിക്കുന്നില്ല, ഈ വെടിക്കെട്ട് നിർമ്മിച്ചതിന് ശേഷം അത് പൊട്ടിക്കുന്നില്ലെങ്കിൽ അവിടെയുള്ള വെടിക്കെട്ട് സാമഗ്രികൾ എന്ത് ചെയ്യാനാണ് തീരുമാനം? നമ്മൾ ആക്ച്വലി ഇന്നലെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ആധികാരികമായിട്ട് നമ്മളത് എത്ര കിലോ ഉണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്തത് പിന്നീടായിരുന്നു. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ ലീഗലി അലോ ചെയ്ത ലിമിറ്റിനപ്പുറം വളരെയധികം സ്റ്റോക്കിലുള്ളതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് സീസ് ചെയ്തെടുക്കാനുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. പോലീസ് അത് സീസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേസ് ഫയൽ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് ലൈസൻസിക്കെതിരെ. അപ്പോൾ സീസ് ചെയ്ത് പിടിച്ചെടുത്ത് നിർവീര്യമാക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എത്രത്തോളം അളവാണ് അവർക്ക് ലിമിറ്റ് ചെയ്ത് കൊടുത്തിരുന്നത്? എക്സാക്ട്ലി നമുക്ക് കൃത്യമായിട്ട് എത്ര അളവാണ് അവിടെ ഉള്ളതെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ADM-നോട് ഞാൻ സംസാരിച്ചപ്പോഴത്തേക്ക് നമ്മൾ 15 കിലോസിൻ്റെ മാത്രമേ നമ്മൾ പെർമിഷനായിട്ട് കൊടുത്തിട്ടുള്ളൂ, ലൈസൻസിൽ കൊടുത്തിട്ടുള്ളൂ എന്നാണ് അറിയുന്നത് ഈ ഒരാൾക്ക്. പക്ഷേ അവിടെ കണ്ടുപിടിച്ചത് വളരെയധികം കൂടുതലായിരുന്നു. മിനിമം ഒരു 500-600 kg-നേക്കാളൊക്കെ കൂടുതലുണ്ടായിരുന്നു. അതെ, വെടിമരുന്ന് ഉണ്ടായിരുന്നു. അതിലും വലിയൊരു എമൗണ്ട് ആയിരുന്നു ഉള്ളതെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ സീസ് ചെയ്യാൻ പറയുകയായിരുന്നു. കൂടുതൽ പരിശോധനകൾ എങ്ങനെയായിരിക്കും? ഏതൊക്കെ സ്ക്വാഡിൻ്റെ നേതൃത്വത്തിൽ? ഇല്ല, ഇപ്പോൾ പ്രൈമറിലി റവന്യൂവും പോലീസും കൂടി തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ എത്രയാണോ ഉള്ളത് അത് കംപ്ലീറ്റ്ലി സീസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. മഹസർ തയ്യാറാക്കി നമ്മൾ സീസ് ചെയ്തെടുക്കും. അതിനുശേഷം കോടതിയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരം നിർവീര്യമാക്കുന്നതിനെ പറ്റിയിട്ട് ബാക്കിയുള്ള ചിന്തിക്കുന്നുണ്ടാവും. ബിനോയ്ക്കെതിരെ അങ്ങനെയാണെങ്കിൽ കേസ് എടുക്കും? ഈ ലൈസൻസ് ആയിട്ടുള്ള ബിനോയ്ക്ക് തീർച്ചയായിട്ടും കേസ് എടുക്കുന്നുണ്ടാവും. ഈ വിഷയം പാറമേക്കാവിനെ അറിയിക്കുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഇനി ഇപ്പോൾ ഈ വെടിക്കെട്ടിൽ പങ്കെടുക്കാൻ കഴിയില്ല, കാര്യങ്ങൾ അവരെ അറിയിക്കുമോ? എങ്ങനെയാണ് അതിൻ്റെ മറ്റു നടപടികൾ? അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഓൾറെഡി അവർ അത് അറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. അല്ലാതെ നമ്മൾ ഒഫീഷ്യലി അങ്ങനെ എന്നെ വിളിച്ച് സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. മാം, ഇത് മാത്രമല്ല, പാലക്കാട് ഇപ്പോൾ ഈ ഒരു വെടിക്കെട്ടിൻ്റെ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റ് ഈ വെടിക്കെട്ട് നിർമ്മാണം, പടക്ക നിർമ്മാണത്തിനൊക്കെ താത്കാലികമായിട്ടൊരു സ്റ്റോപ്പ് മെമ്മോ നൽകുന്ന തീരുമാനത്തിൽ തന്നെയാണോ? ഇല്ല, എല്ലാത്തിനും സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടില്ല. ഇപ്പം പലപ്പോഴും നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സെക്യൂരിറ്റി കൺസേൺസിൻ്റെ പുറത്ത് ഡിനൈ ചെയ്യുന്ന കേസുകളിലും ആൾക്കാർ കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങാറുണ്ട്. അപ്പം കോർട്ടിൽ അവർ പറയുന്ന ഇന്ന മാനദണ്ഡത്തിൻ്റെ പുറത്ത് നമ്മൾ കൊടുക്കാൻ പറയും. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുള്ള കുറച്ച് ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ 3-4 ഓർഡേഴ്സ് എങ്കിലും അങ്ങനെയുള്ളതുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ആ മാഗസിൻ കേപ്പബിലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ പരിശോധനകൾ ഉണ്ടാവും, വരും ദിവസങ്ങളിൽ പരിശോധനകൾ ഉണ്ടാവും. കാരണം നിങ്ങൾക്കും അറിയാവുന്നതാണല്ലോ, തൃശ്ശൂർ ജില്ലയുടെ പോലെ തന്നെ പൂരങ്ങളും ഉത്സവങ്ങളും നടക്കുന്നൊരു സ്ഥലമാണ്. മേജറായിട്ടുള്ള ഇതൊക്കെ നമുക്ക് അവസാനിച്ചു. ഭാഗ്യവശാൽ ഇതുവരെ നമുക്ക് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇനി നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുള്ളത് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സ്ട്രിക്റ്റായിട്ട് ചെക്ക് ചെയ്ത് മാഗസീൻസ് എന്തെങ്കിലും ഓവർലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ അനുമതി തേടി ഏതെങ്കിലും കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ ദേശക്കാരോ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾ എങ്ങനെയായിരിക്കും? നമ്മൾ അല്ലെങ്കിലും വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെയാണ് ഈ കാര്യത്തിൽ നമ്മൾ നോക്കുന്നത്. എക്സെപ്റ്റ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനിവിടെ ജില്ലാ കളക്ടറായിട്ട് വന്നതിന് ശേഷം തന്നെ കൂടുതൽ റിജക്റ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ റിജക്റ്റ് ചെയ്യുന്ന എല്ലാ കേസിലും അവർ കോർട്ടിൽ പോയി എനിക്ക് തോന്നുന്നു റിലീജിയസ് ബിലീഫിൻ്റെ ഭാഗമായിട്ടുള്ളത് കൊണ്ടാവാം നമുക്ക് കോടതി കണ്ടീഷണലായിട്ടൊരു ഓർഡർ തരാറുണ്ട്. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ കൊടുക്കാറ്. പ്രോപ്പർ പ്രിക്കോഷൻസ് എടുത്ത് നടത്താനുള്ളൊരു അനുമതി തരാറുണ്ട്. അപ്പം അതിൻ്റെ ബേസിസിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ എങ്ങനെയാണോ സേഫായിട്ട് നടത്താൻ പറ്റുക ആ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും. അതല്ല, ഗവൺമെൻറ് ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സിൻ്റെ പുറത്ത് ഗവൺമെൻറ് അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു നിർദ്ദേശം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് പാലിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ മുതലമടയിലെ വെള്ളാരംകടവ് മേഖലയിൽ പോയിരുന്നു. ആ സമയത്ത് അവിടെ അതിനകത്ത് ഇപ്പോഴും ആളുകളുണ്ട്, തൊഴിലാളികളെ പോലുള്ള ആളുകൾ ഇപ്പോഴും അതിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ അത്തരത്തിൽ തൊഴിലാളികൾ ആ മേഖലയിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള നടപടികളിലേക്കായിരിക്കും ഇനി കടക്കുക. കാരണം ഇതൊരു സുരക്ഷാ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം അനുവദിച്ചതിൽ കൂടുതൽ വെടിമരുന്ന് അവിടെ സൂക്ഷിച്ചു എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. തൊഴിലാളികളെ മാറ്റി അവിടെയുള്ള വാഹനങ്ങളെല്ലാം മാറ്റിയിട്ടുള്ളൊരു നടപടികൾ. അങ്ങനെ ഒരു നിർദ്ദേശം ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇന്നൊരു എൻഡ് ഓഫ് ഡേക്കുള്ളിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി അത് റിമൂവ് ചെയ്യുന്നുണ്ടാവും. ഏതായാലും മുതലമടയിൽ ഈ വെള്ളാരംകടവ് മേഖലയിൽ ഈ കോട്ടയം സ്വദേശിയായിട്ടുള്ള ബിനോയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ലൈസൻസിയിലുള്ള ഈ പടക്ക നിർമ്മാണശാലയിൽ അധികമായി അനുവദിച്ചതിലും അധികമായി ഈ വെടിമരുന്ന് സൂക്ഷിച്ചിരുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പ്രാഥമിക പരിശോധനയിൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് നടപടികൾ സ്വീകരിക്കാൻ ഇപ്പോൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഈ നടപടികളെല്ലാം സ്വീകരിച്ചു വരുന്നു. ബിനോയ്ക്കെതിരെ ഈ പരിശോധനകൾക്ക് ശേഷം കേസ് എടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.